എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മളൊരു പുതുവർഷം വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രോൺസ് റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യാം. ഇതെല്ലാം റെഡിയാക്കി വെക്കണം. റോ ആയിട്ടുള്ള പ്രോൺസാണ് ഉപയോഗിക്കണേ. പിന്നെ ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ജിഞ്ചർ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പെപ്പർ പൗഡർ, കാശ്മീരി ചില്ലി, കറി ലീവ്സ്, പ്രോൺസ് 1/2 കിലോ എടുത്തിട്ടുണ്ട്, ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, മസ്റ്റർഡ് സീഡ്സ്, കൊടംപുളി, ഓയിൽ, സോൾട്ട്, പിന്നെ കോക്കനട്ട് ഫ്ലേക്സ്. ഇത് നമ്മളൊരു പാനിൽ വെള്ളം ചൂടാക്കി കൊടംപുളി ഇട്ട് കൊടുത്തേക്കാണ്. അത് ബോയിലായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനിടയിൽ നമുക്ക് ടർമറിക് പൗഡറും ചില്ലി പൗഡറും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരുമ്പോൾ പ്രോൺസ് ഇട്ട് കൊടുത്ത് വേവിക്കാം. ഒരു 6-7 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. പ്രോൺസ് വേവുന്ന എങ്ങനെയാണെന്ന് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് ചുരുങ്ങും, അതല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളർ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. കറിവേപ്പിലൊക്കെ ഇട്ട് ഉള്ളി നല്ലോണം വഴറ്റി കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മസാലയൊക്കെ നല്ലോണം വഴറ്റാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. നല്ലോണം വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ചും കൂടി സോട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നിയനൊക്കെ നല്ലോണം മൊരിഞ്ഞു വരണം. അപ്പോഴാണ് നമ്മൾ പ്രോൺസ് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം മതി. കുറച്ച് നേരം നമുക്ക് ഈ പ്രോൺസ് അടച്ചു വയ്ക്കാം. ഒരു 6 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി. 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ നമ്മുടെ പ്രോൺസ് നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ടാവും. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം അടച്ചു വെച്ചത്. ആ ആവിയിൽ നല്ലോണം അത് വേവും. ഇപ്പോൾ പ്രോൺസ് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് വേറെ ഫ്രൈ ചെയ്തിട്ടാണ് ഈ പ്രോൺസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ആ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യണേ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. ഇനി മറ്റൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.